ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യങ്ങളെ ആസ്പദമാക്കി ഈ രണ്ടാം ദിവസവും ധ്യാനചിന്തകൾ പങ്കുവെക്കുവാൻ സഹായിക്കുന്നതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് ഈ അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ ചെറിയ പെൺകുട്ടിയുടെ പേര് ബൈബിളിൽ വരാൻ കാരണമായ അവളുടെ വലിയൊരു പ്രസ്താവനയാണ് നാം ഇപ്പോൾ വായിച്ചത്. തൻ്റെ യജമാനൻ്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കുവാൻ ശമര്യയിലെ പ്രവാചകന് കഴിയുമെന്നാണ് അവൾ പറയുന്നത്. ഇവിടെ ശമര്യയിലെ പ്രവാചകൻ എന്ന് പറയുന്നത് ഏലീശ പ്രവാചകനെയാണ്. ദൈവദാസന്മാരോട് അവൾക്ക് ബഹുമാനമുണ്ടായിരുന്നത് കൊണ്ടാണ് ഏലീശയെക്കുറിച്ച് ഇങ്ങനെയൊരു നല്ല കാര്യം അവൾ പറഞ്ഞത്. അക്കാലത്തെ ഇസ്രായേൽ രാജാവായ യഹോരാമും തനിക്ക് മുമ്പ് ഭരിച്ചിരുന്ന തൻ്റെ സഹോദരൻ അമസ്യാവും അതുപോലെ തന്നെ അവരുടെ പിതാവായ ആഹാബ് രാജാവുമെല്ലാം ദേവദാസന്മാരോട് ബഹുമാനമില്ലാത്തവരായിരുന്നു. ഏലീശായുടെ ഗുരുവായ ഏലിയ പ്രവാചകനെ യഹോരാമിൻ്റെ പിതാവായ ആഹാബ് രാജാവ് വിളിച്ചത് എൻ്റെ ശത്രുവേ എന്നായിരുന്നു. മറ്റൊരിക്കൽ ഈ ആഹാബ് രാജാവ് ഗിലെയാദിലെ രാമോത്ത് അരാം രാജാവിൽ നിന്ന് തിരിച്ചു പിടിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി ആലോചന ചോദിക്കുവാൻ അന്യദേവനായ ബാലിൻ്റെ 400 പ്രവാചകന്മാരെ വരുത്തി. അപ്പോൾ യഹൂദ രാജാവായ യഹോശാഫാത്ത് ആഹാബിനോട് ഒരു ചോദ്യം ചോദിച്ചു. നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ആരുമില്ലയോ? ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ആഹാബ് പറഞ്ഞത് ഇങ്ങനെയാണ്: മീഖായാവ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, പക്ഷേ എനിക്ക് അവനെ ഇഷ്ടമല്ല. കാരണം അവൻ എന്നെക്കുറിച്ച് നല്ലതൊന്നും പറയില്ല. ഇതായിരുന്നു ആഹാബിൻ്റെ മീഖായ പ്രവാചകനോടുള്ള മനോഭാവം. എങ്കിലും യഹോശാഫാത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മീഖായ പ്രവാചകനെ വരുത്തി ദൈവം തൻ്റെ ശരിയായ ആലോചന അറിയിച്ചപ്പോൾ ആഹാബിനത് ഇഷ്ടമായില്ല. അങ്ങനെ മീഖായ പ്രവാചകനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ഞെരുക്കത്തിൻ്റെ അപ്പവും വെള്ളവും ഒക്കെ കൊടുക്കുകയും ചെയ്തത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ആഹാബിൻ്റെ മകൻ അമസ്യ രാജാവിനും ദേവദാസന്മാരോട് ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ രോഗത്തിന് സൗഖ്യം വരുമോ ഇല്ലയോ എന്നറിയാൻ ഏലിയ പ്രവാചകൻ അവിടെ ഉള്ളപ്പോൾ തന്നെ എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് അരുളപ്പാട് ചോദിക്കാൻ പോയത് ദൈവത്തിന് ഇഷ്ടമായില്ലെന്ന് നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ. ആഹാബിൻ്റെ മറ്റൊരു മകനും ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ രാജാവുമായ യഹോരാമനും ദേവദാസന്മാരോട് ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. മോവാബിനോട് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ നിർബന്ധം കൊണ്ട് തന്നെ ഏലീശ പ്രവാചകനെ വിളിച്ച് അരുളപ്പാട് ചോദിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ഏലീശ പ്രവാചകൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നിന്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. അപ്പൻ ആഹാബും അമ്മ ഇസബേലുമാണ്. അവരുണ്ടാക്കിയ ബാൽ വിഗ്രഹങ്ങളൊക്കെ യഹോരാം നീക്കിക്കളഞ്ഞിരുന്നു. എങ്കിലും യഹോരാം അവരുടെ ആദ്യത്തെ രാജാവായ യെരോബയാമിൻ്റെ പാപങ്ങളെ ഒന്നും വിട്ടുമാറാതെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചത് എന്ന് നാം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാസന്മാരോട് ബഹുമാനമില്ലാത്ത തലമുറകളായിരുന്നു അക്കാലത്തെ നേതൃത്വമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവദാസന്മാരോട് ബഹുമാനമില്ലാത്തൊരു നേതൃത്വമാണ് ഉള്ളതെങ്കിൽ ബാക്കിയുള്ള ജനത്തിൻ്റെ അവസ്ഥ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ദൈവദാസന്മാരെ നിന്ദിക്കുന്ന നേതൃത്വവും വിശ്വാസികളുമുള്ള ഒരു തലമുറയിൽ കുട്ടികളും അങ്ങനെ തന്നെ ദേവദാസന്മാരോട് ബഹുമാനമില്ലാത്തവരായി മാറുന്നവരായിരിക്കും. അക്കാലത്ത് പട്ടണത്തിൽ നിന്നും കയറി വരുന്ന 42 ബാലന്മാർ ഏലീശ പ്രവാചകനെ പരിഹസിക്കുന്നത് നാം കാണുന്നുണ്ട്. മൊട്ടത്തലയാ കയറി വാ, മൊട്ടത്തലയാ കയറി വാ എന്ന്. മൊട്ടത്തല ആരോഗ്യക്കുറവിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രവാചകനൊക്കെയാണ്, പക്ഷേ ബലഹീനനാണ്, അല്ലെങ്കിൽ വലിയ പ്രാപ്തിയൊന്നുമുള്ളയാളല്ല എന്ന നിലയിലുള്ള പരിഹാസവാക്കുകളാണ് ഈ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നും വീണത്. അവരുടെ ആ പരിഹാസം ദൈവത്തിൻ്റെ ദാസൻ്റെ ശക്തിയില്ലായ്മയെക്കുറിച്ചായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ ദാസന് ദൈവം നൽകുന്ന ശക്തിയുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയപ്പോഴേക്കും അവരുടെ ഭാവി തന്നെ ഇല്ലാതാകുകയായിരുന്നു. ഇങ്ങനെ ദേവദാസന്മാരോട് യാതൊരു ബഹുമാനവുമില്ലാതെ
അവരെ നിന്ദിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ ചെറിയ പെൺകുട്ടി, അവൾക്ക് ഏലീശ പ്രവാചകനോട് ബഹുമാനം തോന്നി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവളുടെ ഈ പ്രസ്താവന വലിയൊരു പ്രസ്താവനയാണ്. അവളെ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കുവാൻ ആ പ്രസ്താവന മതിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവദാസന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത് ഏതൊരു കാലത്തെയും ദൈവമക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവദാസന്മാരെ ബഹുമാനിക്കണമെന്ന് മാത്രമല്ല, ചിലരെ ഇരട്ടിയായി ബഹുമാനിക്കണമെന്നാണ് 2 തിമോത്തിയോസ് 5-17 കാണുന്നത്. ദേവദാസനോടുള്ള ബഹുമാനം പ്രാഥമികമായിട്ടും ആ ദേവദാസൻ്റെ ബഹുമാനയോഗ്യമായ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേവദാസനോട് തനിക്ക് ബഹുമാനം ഉണ്ടാകണമെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ പങ്ക് വലിയതാണ്. അടിമയായി പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് അവളുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് അവൾക്ക് ലഭിച്ച അറിവുകളും അനുഭവങ്ങളുമാണ് ദേവദാസനെ ബഹുമാനിക്കുവാൻ അവളെ പ്രേരിപ്പിച്ചത്. ദേവദാസന്മാരോടുള്ള മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും മനോഭാവം കുട്ടികളിൽ വലിയ സ്വാധീനം ഉളവാക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദേവദാസന്മാരെക്കുറിച്ച് മോശമായി പറയുകയോ അവരോട് ബഹുമാനമില്ലാതെ പെരുമാറുകയോ ചെയ്യുന്ന പ്രവണത നമ്മിലുണ്ട് എങ്കിൽ അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യമല്ല എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതിയെങ്കിലും ആ പ്രവണത നാം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ദേവദാസന്മാരെ ബഹുമാനിക്കുന്ന തലമുറകളായി, അപ്പോൾ തന്നെ അങ്ങനെയുള്ള തലമുറകളെ വാർത്തെടുക്കുന്നവരായി നിൽക്കുന്നതിൽ സഹോദരിമാരായി നമുക്ക് വലിയ പങ്ക്, വലിയ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ധ്യാനചിന്ത അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നാളെ ഈ ചെറിയ പെൺകുട്ടിയുടെ ഈ വലിയ വാചകത്തിൽ നിന്നും മറ്റൊരു ആത്മീക പാഠം നമുക്ക് ചിന്തിക്കാമെന്ന് താല്പര്യപ്പെടുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.